മകനെയും കുടുംബത്തിനെയും കരിവാരി തേക്കാൻ നോക്കുന്ന, സ്വന്തം മകനെയും കുടുംബത്തിനെ ഓരോന്ന് പറഞ്ഞ് അപമാനിക്കാൻ നോക്കുന്ന, അവരെ ചവിട്ടി താഴ്ത്താൻ നോക്കുന്ന വർഷയുടെ അച്ഛനും അമ്മയ്ക്കുള്ള പണി കൊടുക്കാനുള്ള ഒരുക്കത്തിലാണ് നമ്മുടെ രവീന്ദ്രൻ്റെ അമ്മ കലാവതി അമ്മ. മർമാണി പ്രയോഗം, അതായത് മർമ്മപ്രയോഗം തന്നെ നടത്തണം, ചൂണ്ടുവിരൽ പ്രയോഗം നടത്താം എന്നുള്ള പ്ലാനിങ്ങിലാണ് രവീന്ദ്രൻ്റെ അമ്മ ഇരിക്കണത് കേട്ടോ. എന്തായാലും മഹിമയ്ക്കും ഭർത്താവിനും വർഷയുടെ അച്ഛനും അമ്മയ്ക്കും ഒരു പണി കിട്ടും എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. കാരണം അവർ രവീന്ദ്രനെ ഇങ്ങനെ കളിയാക്കുന്നത് കണ്ട് നിൽക്കുകയാണ് കലാവതി അമ്മ. കലാവതി അമ്മയ്ക്ക് അത് സഹിക്കണില്ല. രവീന്ദ്രനെ കളിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ കലാവതി അമ്മ വന്നിട്ട് പറയണേ, രവി നീ അങ്ങോട്ട് പോയേ, നിന്നെ അത് അവിടെ ശ്രീകാന്ത് വിളിക്കുന്നുണ്ട് പറഞ്ഞിട്ട് രവീന്ദ്രനെ അവിടുന്ന് പറഞ്ഞു വിട്ടിട്ട് പറയാണ് കലാവതി അമ്മ മധുസൂദനനോട് പറയണം, എന്തിനാ നിങ്ങളിങ്ങനെ കളിയാക്കണം, നിങ്ങളുടെ മോളുടെയും കൂടി ഫംഗ്ഷനില്ലേ, ഞങ്ങളുടെ മോൻ്റെ മാത്രമല്ലല്ലോ, അപ്പോൾ ഇത് നല്ല രീതിക്ക് നടക്കേണ്ടത് നിങ്ങളുടെയും കൂടി ആഗ്രഹമല്ലേ, അപ്പോൾ നിങ്ങൾ എന്താ ഇങ്ങനെയെന്നൊക്കെ ചോദിക്കുമ്പോൾ എന്താ പറയുക, അയാൾ വീണ്ടും ഓരോന്ന് പറയാണ്, നിങ്ങളിപ്പോൾ എന്താ എന്നെ ഉപദേശിക്കുമെന്നാണ്, നിങ്ങൾ വലിയ വ്യക്തിയാണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം, നിങ്ങളുടെ കയ്യിലാണ് ആ കുടുംബം എന്ന് എനിക്കറിയാം, നിങ്ങൾ പറയണതിന് അപ്പുറത്തേക്ക് ആരും പോവില്ല എന്ന് എനിക്കറിയാം, പക്ഷെ അത് അവിടെ വെച്ചാൽ മതി, എന്നെ ഉപദേശിക്കാൻ വരണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് വർഷയുടെ അച്ഛൻ കലാവതിയോട് ചൂടാവാണ്. കലാവതി അമ്മയോട് ചൂടാകുമ്പോൾ കലാവതി അമ്മ ഒന്നും മിണ്ടണില്ല. ഞാനൊരു കാര്യം പറയാം, പിള്ളേരുടെ ഭാഷയിൽ ഞാൻ പറയാണ് കേട്ടോ, ഇത് ഇവിടെ വെച്ച് നിർത്തിയാൽ നിങ്ങൾക്ക് കൊള്ളാം എന്നൊക്കെ പറയാണ് വർഷയുടെ അച്ഛനോട് കലാവതി അമ്മ. നിങ്ങളുടെ ഭീഷണിയൊക്കെ നിങ്ങളുടെ മക്കളോട് മതി, എൻ്റെ അടുത്ത് വേണ്ട, എന്നെ ഭരിക്കാൻ നിങ്ങളാരാന്നൊക്കെ ചോദിച്ചിട്ട് ചൂടായിട്ട് മധുസൂദനൻ അവിടെ നിന്ന് പോവാണ്. അപ്പോൾ കലാവതി ഇങ്ങനെ പറയാണ്, ഇവന് മർമ്മപ്രയോഗം തന്നെ വേണ്ടി വരും, ചൂണ്ടുവിരൽ വിദ്യ പ്രയോഗിക്കേണ്ടി വരും, ഇവനുള്ള പണി ഞാൻ കൊടുത്തോളാം എന്നിങ്ങനെ വിചാരിക്കുകയാണ്. ഈ സമയത്ത് സച്ചി രേവതിയും കൂടി വർഷയുടെ ഡബ്ബിങ് സ്റ്റുഡിയോയിൽ പോയപ്പോൾ അവിടുത്തെ സാറ് പറയണേ, വർഷം ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ, നിങ്ങൾ എന്താ ഇവിടെ ചോദിക്കുമ്പോൾ വർഷം വന്നില്ലേക്കുമ്പോൾ ഇല്ല, അപ്പം ഇനി വർഷം എവിടെ ഉണ്ടാവുക, ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് കാണണമായിരുന്നു എന്ന് പറയുമ്പോൾ വർഷ വേറൊരു സ്റ്റുഡിയോ ഉണ്ട് അവിടേക്ക് പോകാറുണ്ട്, ഇടയ്ക്ക് അവിടെ ഉണ്ടോ എന്ന് നോക്കാൻ പറയാണ്. അങ്ങനെ സച്ചി രേവതിയും കൂടി അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പോകുമ്പോൾ രേവതി ചോദിക്കണ, സച്ചിയേട്ടാ വർഷ അവിടെ ഇല്ലെങ്കിൽ എന്താ ചെയ്യാൻ നോക്കുമ്പോൾ നോക്കാം നമുക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ വേറെ സ്റ്റുഡിയോയിലേക്ക് പോവാണ്. ഈ സമയത്ത് ശ്രീകാന്ത് സച്ചിയെ ഫോൺ വിളിക്കുന്നുണ്ട്. സച്ചിയേട്ട എന്തായി ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, വർഷം അവിടെ ഇല്ലടാ, ഈ സ്റ്റുഡിയോയിലില്ല, ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് പോകണം, അവൾ ആ സ്റ്റുഡിയോയിലുണ്ടാവും എന്ന് പറഞ്ഞു, അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകാന്ന് പറയുമ്പോൾ ഈശ്വര വർഷം ഇല്ലാണ്ട് എങ്ങനെ ഫംഗ്ഷൻ നടക്കും സച്ചിയേട്ട, എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ, അവളെ എന്ത് പണിയാണ് കാണിക്കുന്നത് ചോദിക്കുമ്പോൾ പറയാണ്, ഞങ്ങൾ എന്തായാലും അവളെ കൊണ്ട് വരുള്ളൂ, നീ ടെൻഷൻ അടിക്കാതിരിക്കുക, വർഷം ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഞങ്ങളുടെ കൂടെ വർഷം ഉണ്ടാവും എന്നൊക്കെ പറയാണ്, നീ ടെൻഷൻ അടിക്കേണ്ട, നീ ഇവിടെ ഹാൻഡിൽ ചെയ്യുമ്പോഴേക്കും ഞങ്ങൾ അവളെ കൊണ്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകാന്തിനെ സമാധാനിപ്പിക്കുകയാണ് സച്ചി രേവതിയും കൂടിയിട്ട് കേട്ടോ. അങ്ങനെ ആനന്ദ്, സുധിയുടെ കൂട്ടുകാരൻ ആനന്ദ് വന്ന് ഗിഫ്റ്റും കൊണ്ട് വന്നിട്ട് സുധിയോട് ചോദിക്കുന്നുണ്ട്, ബ്രോ എന്തായാലും വെഡിങ് ആനിവേഴ്സറി അല്ലേ, നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി പോലെ ഇവിടെ വെള്ളടി ആഘോഷമൊക്കെ ഉണ്ടാവുമല്ലോ ചോദിക്കുമ്പോൾ, മിണ്ടരുത് നീ, ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയോ കൊളായി എന്നൊക്കെ പറഞ്ഞിട്ട് ആനന്ദിനെ ഇതാക്കാണ് സുധി. മിണ്ടരുത്, വെള്ളടിയുടെ കാര്യം നീ പറയരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആനന്ദിനെ കളിയാക്കാണ്. ബ്രോ നേരത്തെ വന്ന് നോക്കുമ്പോൾ, പിന്നെ ഞാൻ അവൻ്റെ ഏട്ടനല്ലേ, പ്രത്യേകിച്ചും ബിസിനസ് ഐക്കോണായി ഞാൻ ഈ സമയത്ത് ഇവിടെ നേരത്തെ വേണ്ടേ, നീ എന്തെങ്കിലും അന്യന്മാരോട് സംസാരിക്കണ പോലെ എന്നോട് സംസാരിക്കണേ, ഞാൻ ശ്രീകാന്തിൻ്റെ ഏട്ടനല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് സുധി വല്ലാണ്ട് പുകഴ്ത്താണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വീണ്ടും വർഷയെ കാണാനില്ലല്ലോ, ശ്രീകാന്ത് ഇങ്ങനെ ടെൻഷനിലാണ്. ആ സമയത്താണ് എന്താ പറയുക, ശ്രീകാന്തിനോട് ചോദിക്കുന്നത് വർഷ എവിടെയെന്നുള്ള വീണ്ടും ചോദ്യം തന്നെ. അപ്പോൾ അവൾ വരും എന്നൊക്കെ പറയാണ്. ഇതിൻ്റെ ഇടയിൽ രവീന്ദ്രനും കലാവതി അമ്മയും കൂടിയിട്ട് സച്ചിനെ വിളിക്കുന്നുണ്ട്, സച്ചിയെ കാണാനില്ല പറഞ്ഞിട്ട് സച്ചിയെ വിളിക്കുമ്പോൾ സച്ചി ഫോൺ എടുക്കണില്ല. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, അവൻ ഫോൺ എടുക്കണില്ല അമ്മയെ പറയുമ്പോൾ, എന്ത് പണി അവരൊക്കെ ചെയ്യുന്നത്, വരും അമ്മേ, അവർ വന്നുകൊണ്ടിരിക്കാവും, അതാവും ഫോൺ എടുക്കാത്ത പറഞ്ഞിട്ട് കലാവതി അമ്മേനെ സമാധാനിപ്പിക്കുകയാണ് രവീന്ദ്രൻ. അത് കഴിഞ്ഞിട്ട് വർഷേനെ കാണാനില്ലല്ലോ, വീണ്ടും ടെൻഷനിലാണ്. ഈ സമയത്ത് മധുസൂദനനും മഹിമയും കൂടി വന്നിട്ട് വീണ്ടും ശ്രീകാന്തിനോട് ചോദിക്കും, ശ്രീകാന്ത് എന്താ വർഷ വരാതെ ചോദിക്കുമ്പോൾ, വരും അങ്കിളേ എന്ന് പറയാണ്. വരും അങ്കിളേ എന്ന് പറയുമ്പോൾ, പരിപാടികളൊക്കെ ഫംഗ്ഷൻ തുടങ്ങാറായി, ഇനി എപ്പോൾ വരാനാന്നൊക്കെ ചോദിക്കുമ്പോൾ, കുറച്ച് ഡാൻസും പരിപാടികളൊക്കെ ഉണ്ട്, അത് കഴിയുമ്പോഴേക്കും വരും അങ്കിളെ പറയും. ഡാൻസൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ടെങ്കിൽ ഉണ്ട് അങ്കിളെ പറയും. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കും, ശ്രീകാന്ത് ഇതൊന്നും നീ ഞങ്ങളോട് പറഞ്ഞില്ലല്ലോടാ, അതൊക്കെ ഒരു സർപ്രൈസ് അച്ഛാന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകാന്ത് നിങ്ങൾ ഇരിക്കേ, ഞാൻ ഇപ്പോൾ വരാൻ പറഞ്ഞിട്ട് ശ്രീകാന്ത് അങ്ങനെ പോയിട്ട് ചന്ദ്രമതിയോട് പറയാണ്, അമ്മേ ഇന്ന് ഡാൻസ് പ്രോഗ്രാമിന് കളിക്കാൻ പോണത് അമ്മയെ പറയുമ്പോൾ, ഞാനോ അതെ അമ്മയാണ് ഇന്ന് കളിക്കാൻ പോണത് പറയുമ്പോൾ, അമ്മയെ കൊണ്ട് പറ്റും എന്നൊക്കെ പറയുമ്പോൾ, അയ്യോ ഞാനതിന് പ്രാക്ടീസൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ, അതൊന്നും സാരമില്ല, അമ്മ കയറി കളിച്ചാൽ മതി, പാട്ടും എല്ലാം സെറ്റാണ്, അമ്മ കയറി കളിച്ചാൽ മതി പറഞ്ഞിട്ട് അങ്ങനെ ഡാൻസ് കളിക്കാൻ വേണ്ടി ചന്ദ്രമതിനെ നിർബന്ധിച്ച് ഉന്തി തള്ളി സ്റ്റേജിലേക്ക് കടത്തി വിടാണ് ശ്രീകാന്ത്.
ചന്ദ്രമതി സ്റ്റേജിൽ കയറിയപ്പോൾ ശ്രീകാന്ത് വന്ന് അനൗൺസ് ചെയ്യാണ് ഇന്ന് കുറച്ച് ഡാൻസ് പ്രോഗ്രാമും അതൊക്കെ ഉണ്ട്. അപ്പോൾ വേറെ ആരല്ല ഡാൻസ് കളിക്കാൻ പോണത്, ഇന്ന് ഇവിടെ ഡാൻസ് കളിക്കാൻ പോകുന്നത് എൻ്റെ അമ്മയാണ്. ഞങ്ങൾക്കുള്ള വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് ആയിട്ടാണ് അമ്മ ഇന്ന് ഇവിടെ ഡാൻസ് കളിക്കാൻ പോകുന്നത്. അമ്മ നല്ലൊരു ഡാൻസറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റേജിലുള്ള എല്ലാവർക്കും, വേദിയിലിരിക്കുന്ന എല്ലാവർക്കും ചന്ദ്രമതിനെ പരിചയപ്പെടുത്താണ് ശ്രീകാന്ത്. പക്ഷേ ശ്രീകാന്തിൻ്റെ മനസ്സിലെന്താ വെച്ചാൽ അത്രയും സമയം കൂടി വർഷം വരാനുള്ള സമയം നീണ്ടു കിട്ടല്ലോ എന്നുള്ള പ്ലാനിങ്ങിലാണ് ശ്രീകാന്ത് ഇരിക്കുന്നത്. അങ്ങനെ ചന്ദ്രമതി ഡാൻസ് തുടങ്ങണം. ഇത് കാണുമ്പോൾ ഇപ്പൊ ഇവരുടെ ആട്ടമുണ്ടോ, ഇവര് ഡാൻസറാണോ, ഇവരുടെ ആട്ടപ്പോൾ കാണേണ്ടി വരും, അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും രവീന്ദ്രൻ്റെയും കുടുംബത്തിനെയും കളിയാക്കണം മഹിമയും മധുസൂദനും കൂടി. ഇത് കേൾക്കുമ്പോൾ കലാവതി അമ്മ വീണ്ടും കൈ ഇങ്ങനെ ചൂണ്ടുവിരൽ ഇങ്ങനെ ഇതാക്കിയിട്ട് ഈ പ്രയോഗം വേണ്ടി വരുന്ന മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഡാൻസ് തുടങ്ങിയല്ലോ. ചന്ദ്രമതിയുടെ ഡാൻസ് കണ്ടപ്പോൾ തൊട്ട് മധുസൂദൻ്റെ മഹിമയെന്ന് കളിയൊക്കെ ഇത് എന്താ സ്ത്രീ കാണിക്കണ, ഇത് ഡാൻസ് കളിക്കാനോ കോമാളി കാണിക്കാനോ, എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടട്ടെ എന്നൊക്കെ പറയാണ്. നമുക്ക് കണ്ടിരിക്കാം. അത് വെട്ടാ പറയണ മഹിമ. അപ്പോൾ ഇതൊക്കെ രവീന്ദ്രൻ കേൾക്കണ്ട. അപ്പോൾ രവിയോട് പറയാണ്, രവി ഇവരിങ്ങനെ ഡാൻസ് കളിക്കുന്നുണ്ടെങ്കിൽ ഇവരെ നന്നായി ഒരു പ്രൊഫഷണൽ ഡാൻസർ ആക്കുകയെന്നെങ്കിൽ നിനക്ക് ഈ ഡ്രൈവർ ജോലി ചെയ്യേണ്ടി വരികയായിരുന്നല്ലോ, ഇവർ തന്നെ ജീവിക്കാനുള്ള സമ്പാദ്യം ഉണ്ടാക്കിയായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ രവീന്ദ്രൻ പറയണേ എനിക്കതിൻ്റെ ആവശ്യമില്ല, ഞാൻ അന്തസ്സായിട്ട് കുടുംബം പുലർത്തുന്നവനാന്നൊക്കെ പറഞ്ഞിട്ട് രവീന്ദ്രൻ തിരിച്ചു പറയുമ്പോൾ അതിൻ്റെ ആട്ടല്ലേ ഇപ്പോൾ ഈ കാണുന്നത്, നിന്റെ ഭാര്യ ഒരു ആട്ടക്കാരിയാണല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് രവീന്ദ്രനെ കളിയാക്കാണ് മധുസൂദൻ. ഇത് കേൾക്കുമ്പോൾ കലാവതി അമ്മയ്ക്ക് ഇങ്ങനെ ദേഷ്യം ഇറച്ചു വരുന്നുണ്ട്. അപ്പോൾ ശ്രുതിയും എല്ലാവരും ഇരുന്നിട്ട് ഡാൻസ് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പൂവേ പൂവേ പാലപ്പൂവേ എന്നുള്ള പാട്ടിൻ്റെ സ്റ്റെപ്പിനനുസരിച്ചിട്ടാണ് ചന്ദ്രമതി ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും അത് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ശ്രീകാന്ത് ഭയങ്കര ടെൻഷനിലാണ്. വിളിച്ചു നോക്കുന്നുണ്ട്, വർഷയുടെ ഫോണിലേക്ക് കിട്ടുന്നില്ല. പെട്ടെന്ന് ശ്രുതിയും കൂടി തിരിഞ്ഞു നോക്കുമ്പോൾ ശ്രീകാന്ത് ഭയങ്കര ടെൻഷനിൽ നിൽക്കുന്ന ആളാണ്. അപ്പോൾ ഇവർ എഴുന്നേറ്റിട്ട് ശ്രീകാന്തിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കേടാ, ഡാൻസ് പ്രോഗ്രാം കഴിയാറായില്ലേ, വർഷം എന്താ വരാതിരിക്കുമ്പോൾ വർഷം വന്നുകൊണ്ടിരിക്കുകയാണ് പറയുമ്പോൾ നീ ഇത് കുറേ നേരമായില്ലോ ഞങ്ങളോട് പറയണോ, നീ ആരെ പറ്റിക്കാൻ നോക്കണം, സത്യം പറ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നൊക്കെ ചോദിക്കണം. അപ്പോൾ ശ്രീകാന്ത് പറയണ എന്ത് പ്രശ്നം, നീ എന്തൊക്കെയോ ഒളിക്കുന്നുണ്ടല്ലോ, സത്യം പറ, നിങ്ങൾ തമ്മിൽ വഴക്കൂടിയെന്നൊക്കെ വെക്കുമ്പോൾ എന്താ ഏട്ടന്, അതൊന്നുമില്ല, ഈ പരിപാടി കഴിയുമ്പോഴത്തേക്കും വർഷം വരും, ഏട്ടനും സുധേതി അവിടെ പോയി ഇരിക്കുകയെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകാന്ത് അങ്ങനെ അതിൽ നിന്ന് മുങ്ങാണ്. അങ്ങനെ ചന്ദ്രമതിയുടെ ഡാൻസ് കഴിഞ്ഞു. ചന്ദ്രമതി താഴത്തേക്ക് ഇറങ്ങി വന്ന് തീരെ വയ്യാതെ അവശയായിട്ടാണ് ചന്ദ്രമതി ഇറങ്ങിയത്. അമ്മ എനിക്ക് വയ്യ എന്നൊക്കെ പറയുമ്പോൾ ശ്രീകാന്ത് ഓടി വന്നിട്ട് ചോദിക്കും, എൻ്റെ അമ്മ ഇത്ര വേഗം ഡാൻസ് കഴിഞ്ഞു, ഒരു ഡാൻസ് കൂടി കളിക്കാം അമ്മ എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രമതി പറയും, ഇനി എനിക്ക് വയ്യ, എന്നെ കൊണ്ട് കളിപ്പിക്കല്ലേ, എനിക്ക് വയ്യ, എനിക്കൊരു ഗ്ലാസ് വെള്ളം കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആകെ അവശയായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ചന്ദ്ര ഓടി വന്നിട്ട് പറയുന്നുണ്ട്, ഭാമ ഓടി വന്നിട്ട് പറയുന്നുണ്ട്, ചന്ദ്രയെ അടിപൊളിയായിരുന്നു ഡി, ആണോ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയും, സ്റ്റേജിൽ നിന്നും നിറഞ്ഞ കയ്യടിയാണ് ചന്ദ്രമതിക്ക് കിട്ടുന്നത് കേട്ടോ. അത് കാണുമ്പോൾ ചന്ദ്രമതിക്ക് സന്തോഷമാവാണ്. അങ്ങനെ ശ്രീകാന്ത് വെള്ളം കൊണ്ടുവന്ന് ചന്ദ്രമതി അത് കുടിക്കാൻ, അമ്മേ ഒന്നും കൂടി കളിക്കമ്മേ പറയുമ്പോൾ ഇല്ലടാ എനിക്ക് വയ്യ എന്ന് പറയണം. ഇതൊക്കെ കണ്ടിട്ട് ഇരിക്കുന്ന രവീന്ദ്രനെ കളിയാക്കാണ് മധുസൂദനും മഹിമയും. മധുസൂദനും പറയണം, കണ്ടില്ലേ വയ്യാതെയായി രവീന്ദ്ര, ഒരു ആംബുലൻസ് വിളിക്കണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പം എന്തിന്, നിങ്ങൾക്ക് എന്താ വല്ല വയ്യായി ഉണ്ട് ചോക്കി രവീന്ദ്രൻ മധുസൂദനോട്, എനിക്കല്ല നിന്റെ ഭാര്യ അതേ ആവശ്യമായില്ലോ, ആംബുലൻസ് വിളിക്കേണ്ടി വരും, അതിനൊക്കെ നിൽക്കേണ്ട വല്ല ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ കലാവതി മനസ്സിൽ വിചാരിക്കണം, എന്തായാലും ഇന്ന് ഇവിടുന്ന് ആംബുലൻസ് വിളിക്കേണ്ടി വരും, നിന്റെ കാര്യത്തിലൊരു തീരുമാനം ആക്കും ഞാൻ എന്നൊക്കെ അങ്ങനെ കലാവതി മനസ്സിൽ വിചാരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഡാൻസ് പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ ശ്രീകാന്ത് വിചാരിക്കണം, ഈശ്വര ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ആൾക്കാരെ കുറച്ച് നേരം കൂടി പിടിച്ചിരുത്താൻ എന്താ ചെയ്യാന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ആനന്ദ് വന്നിട്ട് സുധിയോട് പറയാണ്, സുധി ബ്രോ, എനിക്ക് മിമിക്രി ആർട്ടിസ്റ്റാണ്, ഞാൻ കുറച്ച് മിമിക്രി അവതരിപ്പിക്കട്ടെ, ഞാൻ നന്നായി മിമിക്രി അവതരിപ്പിക്കും, സ്കൂളിലൊക്കെ സമ്മാനം കിട്ടിയിട്ടുള്ള പറയുമ്പോൾ, ആണോ ഒന്ന് ബ്രോ, ദേ നേരെ പോയിട്ട് എൻ്റെ അനിയനോട് ചോദിക്കുന്നിട്ട് കയറിക്കോ പറഞ്ഞിട്ട് അങ്ങനെ ആനന്ദിനെ ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ ആനന്ദ് പോയിട്ട് ശ്രീകാന്തിനോട് ചോദിക്കുകയാണ്, ശ്രീകാന്തെ ഞാനൊരു മിമിക്രി ആർട്ടിസ്റ്റാണ്, ഞാൻ കയറിയിട്ട് ഒന്ന് മിമിക്രി കാണിച്ചാൽ, ആണോ ചേട്ടന് മിമിക്രി അറിയോ, രക്ഷപ്പെട്ടു എന്നുള്ള ഭാഗത്തിൽ അതിനെന്താ ചേട്ടൻ ധൈര്യമായിട്ട് കാണിച്ചോ, കാണാനും കൈയടിക്കാനല്ലേ ഞങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കണേ, ഞങ്ങൾ പ്രോത്സാഹിപ്പിച്ചോളാം ചേട്ടനെ പറഞ്ഞിട്ട് അങ്ങനെ ആനന്ദിനെ സ്റ്റേജിലേക്ക് മിമിക്രി കളിക്കാൻ വേണ്ടിയിട്ട് കയറ്റി വിടാണ് ശ്രീകാന്ത്. അപ്പോൾ ശ്രീകാന്ത് വിചാരിക്കേണ്ട, ദൈവമേ രക്ഷപ്പെട്ടു, ഈ പ്രോഗ്രാം കഴിയുമ്പോഴേക്കെങ്കിലും വർഷം എത്തിയാൽ മതിയായിരുന്നല്ലോ എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ ഒരു ഭാഗത്ത് സ്റ്റേജിൽ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, മറുഭാഗത്ത് സച്ചി രവരിയും കൂടി വർഷേനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വർഷനെ കാണാൻ സാധ്യതയുണ്ട് പറഞ്ഞ സ്റ്റുഡിയോയിൽ ചെന്നപ്പോൾ അവിടെ സിറ്റ് ഔട്ടിൽ വർഷിരിക്കുന്നുണ്ട്. അപ്പോൾ വർഷവരെ കാണുമ്പോൾ ചോദിക്കുകയാണ്, നിങ്ങളെന്തിനാ ഇങ്ങോട്ട് വന്ന്, നിങ്ങളോട് ആരാ ഞാൻ ഇവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞു ചോദിക്കുമ്പോൾ ഞങ്ങൾ മറ്റേ സ്റ്റുഡിയോയിൽ പോയായിരുന്നു, അപ്പോൾ അവരാണ് പറഞ്ഞതെന്ന് പറയാണ്. നീ എന്താ ഇവിടെ വന്നിരിക്കണേ, അതെ നിങ്ങൾക്ക് അറിയില്ല ഇന്നത്തെ ദിവസം ശ്രീകാന്ത് എന്നോട് എന്താ ചെയ്തെന്നറിയാം, അവൻ എന്നെ ചതിച്ചു, അവൻ ആ ആട്ടക്കാരി തോട്ടിത്തെറിച്ച പെണ്ണില്ലേ പ്രിയ, അവളെ ഇനി എടുത്തിട്ടേ അവൻ നടക്കുന്നത് ഞാൻ എൻ്റെ കണ്ണോടുകൂടി കണ്ടു, അവൻ എന്താ വിചാരിച്ചത്, ഞാൻ ഇങ്ങനെയൊന്നല്ല അവനെ പറ്റി വിചാരിച്ചു, ഇനി എനിക്ക് അവൻ്റെ മുമ്പിൽ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുക, അവൻ്റെ കൂടെ സന്തോഷമായിട്ട് നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്
കരയാണ്. വർഷ എനിക്ക് എത്ര വിഷമമായി എന്നറിയോ ചോദിക്കുമ്പോൾ രേവതി പൊട്ടിച്ചിരിക്കുകയാണ്. എന്തിനു ചേച്ചി ചിരിക്കണമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എടി മണ്ടൂസേ, നിനക്ക് ശ്രീകാന്തനെ അറിയില്ലേ, അവൻ അങ്ങനെ ചെയ്യുന്നൊക്കെ നിനക്ക് തോന്നുന്നുണ്ടോ? സത്യത്തിൽ അവിടെ എന്താ സംഭവിച്ചതെന്ന് നിനക്കറിയോ? നിന്നെ കയ്യോടെ കൂട്ടിക്കൊണ്ടുപോകാനും ഞങ്ങൾ വന്നു. ഞങ്ങൾ എത്ര ടെൻഷൻ അടിച്ചെന്നറിയോ, എവിടേക്ക് നിന്നെ അന്വേഷിച്ചു എന്നറിയോ? എനിക്ക് എന്തായാലും ശ്രീകാന്തിൻ്റെ കൂടെ സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റില്ല എന്ന് വെഡിങ് ആനിവേഴ്സറിക്ക്. നിനക്ക് സത്യം അറിയണ്ടേ എന്താ ഉണ്ടായതെന്ന് ചോദിച്ചിട്ട് രേവതി അവിടെ റെസ്റ്റോറൻറ്റിൽ ഉണ്ടായ കാര്യങ്ങൾ മുഴുവൻ വർഷയോട് പറയാണ്. എന്നിട്ട് ചോദിക്കും, നിനക്ക് വിശ്വാസമല്ലേ ശ്രീകാന്തനെ? നിനക്ക് തോന്നുന്നുണ്ടോ ശ്രീകാന്ത് അങ്ങനെ നിന്നെ പറ്റിച്ചിട്ട് ചെയ്യുമെന്ന്? അപ്പോൾ രേവതിയോട് പറയാണ് വർഷ, സച്ചിയേട്ടൻ അങ്ങനെ ചെയ്തെന്നുണ്ടെങ്കിൽ രേവതി ചേച്ചിക്ക് വിഷമമില്ലേ? അപ്പോൾ സച്ചി പറയണം, അത് ശരി, ഇനിയിപ്പോൾ ഞങ്ങളുടെ ഇടയിൽ വഴക്കുണ്ടാക്കാനാണ് നിൻ്റെ പരിപാടിയില്ലേ? നീ റെസ്റ്റോറൻറ്റായിട്ട് വഴക്കൊട്ടു, ഇനി ഞങ്ങളും കൂടി വഴക്കൂടണമെന്നാണ് നിൻ്റെ ആഗ്രഹം എന്നൊക്കെ ചോദിക്കുമ്പോൾ രേവതി പറയണ, ചുമ്മാ ഇരിക്കും സച്ചേട്ടാ പറഞ്ഞിട്ട് വർഷയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണേ. റെസ്റ്റോറൻറ്റിൽ സംഭവിച്ച കാര്യം, ശ്രീകാന്ത് പ്രിയ എടുത്തത് എന്തുകൊണ്ടാണെന്നും, നീ പിണങ്ങിപ്പോയി കഴിഞ്ഞിട്ട് ശ്രീകാന്ത് പ്രിയ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി വർഷയെ, അവളെ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണിക്കാൻ പോയി, അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ അവന് പോകേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ വർഷയ്ക്ക് ആകെ വിഷമമാണ്. ശ്രീകാന്തിനെ തെറ്റിദ്ധരിച്ചുള്ള വിഷമം മുഴുവൻ വർഷയുടെ മനസ്സിൽ മുഖത്തും പ്രകടമാവാണ്. അപ്പോൾ വർഷേനെ കണ്ടുപിടിച്ചു. വർഷയുടെ അടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവളെ കൺവിൻസ് ചെയ്യിക്കാനുള്ള കഴിവുണ്ടായി രേവതിക്കും സച്ചിക്കും. അങ്ങനെ വർഷയുടെ മനസ്സിൽ തെറ്റിദ്ധാരണകളെല്ലാം നീങ്ങി. വർഷ ഭയങ്കര വിഷമത്തിലാണ്, ചെയ്ത തെറ്റിന് ഭയങ്കര വിഷമത്തിലാണ്. ആ ഒരു ടൈമിലാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ക്ലൈമാക്സ് വരുന്നത്. അപ്പോൾ എന്നത്തെയും പോലെ എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാർ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാരോടും ഒരുപാട് നന്ദിയുണ്ട്. ഇനി നിങ്ങളുടെ സപ്പോർട്ടും ഷെയറും ലൈക്കും കമൻറ്റും എല്ലാം ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത കൂട്ടുകാരോടൊക്കെ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താൻ. നാളത്തെ എപ്പിസോഡായിട്ട് വീണ്ടും വരാം. താങ്ക്